എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ പലപ്പോഴും പല വഴിക്കും വാഹനങ്ങളൊക്കെ ഓടിച്ചു പോകുന്ന വഴിക്ക് പല സംഭവം യാദൃശ്ചികമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരാളുടെ അശ്രദ്ധ കൊണ്ടൊക്കെ വാഹന അപകടങ്ങളുണ്ടാവും. ചിലപ്പോൾ അകത്തിരിക്കുന്ന ആളുകൾക്ക് ചെറിയ പരിക്കുകൾ പറ്റാം, വലിയ പരിക്കുകൾ പറ്റാം. ചില പരിക്കുകളൊന്നും പറ്റാതെ തന്നെ വാഹനത്തിന് മാത്രം ചെറിയ കേടുപാടൊക്കെ ആയിട്ട് നിൽക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. പിന്നെ അതിന് കേസൊന്നും ഈ വാഹനത്തിന് മാത്രമേ ചെറിയ കേടുപാടൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കേസൊക്കെ എടുക്കാതെ ഒരു GD എൻട്രി, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു GD എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. നേരത്തെ അറിയാം, പലപ്പോഴും പണ്ടൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പോലീസ് സ്റ്റേഷനിൽ പോവുക, GD എൻട്രിക്ക് വേണ്ടി അപേക്ഷ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യം സ്റ്റേഷനിൽ പോയി ഡയറക്റ്റാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ധാരാളം പേര്, ഒരുമാതിരിപ്പെട്ടവർക്ക് എല്ലാവർക്കും തന്നെ അറിയാം, പക്ഷെ ധാരാളം പേര് ഇപ്പോഴും സുഹൃത്തുക്കളൊക്കെ വണ്ടി അപകടം ഉണ്ടായി കഴിയുമ്പോൾ വിളിക്കാറുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട്. പക്ഷെ പലർക്കും അറിയില്ല. അപ്പോൾ ഇപ്പോഴും നമ്മൾ സ്റ്റേഷനിൽ പോയി നേരിട്ട് പോയി പരാതി കൊടുക്കേണ്ട ഒരാവശ്യമില്ല. നമുക്ക് ഒരു സിറ്റിസൺ പോർട്ടൽ ഉണ്ട്, തുണ എന്ന് പേരുള്ള. അതിൻ്റെ അകത്ത് നമുക്ക് നേരിട്ട് കയറിയിട്ട് നമുക്ക് നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് മുഴുവനും അടിച്ചു കൊടുത്ത്, അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ്, വാഹനത്തിൻ്റെ മറ്റ് പേപ്പറുകൾ, അതുപോലെ തന്നെ ഡ്രൈവർ ലൈസൻസ്, ഇതെല്ലാം കൂടി അതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അപേക്ഷ ഡയറക്റ്റ് വെക്കാനായിട്ട് കഴിയും. ഇതിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ആക്സിഡൻറ്റ് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഈ വാഹനത്തിൻ്റെയും അതുപോലെ തന്നെ ആ സ്ഥലത്തിൻ്റെയും ഒക്കെ നല്ല ഫോട്ടോഗ്രാഫ്സ് അപ്പം തന്നെ എടുത്തിരിക്കും. അതും ഈ കൂട്ടത്തിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഞാനതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം പറഞ്ഞു തരാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്രകാരത്തിൽ കേരള പോലീസ് എന്നും എംബ്ലവും കാണാം. അതിൻ്റെ ഉള്ളിൽ പല ഭാഗങ്ങളുണ്ട്. അതിൽ തന്നെ നമ്മൾ മുകളിലേക്ക് മാറ്റുമ്പോൾ ഒരു വാഹനത്തിൻ്റെ ചിഹ്നവും അതിൽ തന്നെ ആക്സിഡൻറ്റ് GD എന്ന ഭാഗം കാണാം. അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ന്യൂ റിക്വസ്റ്റ് എന്ന ഭാഗം ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പല ഭാഗങ്ങൾ കാണാം. പേഴ്സണൽ ഇൻഫോ, പെർമനൻ്റ് അഡ്രസ്സ്, പ്രസൻറ്റ് അഡ്രസ്സ്, ആക്സിഡൻറ്റ് ഡീറ്റെയിൽസ്, ഇൻസിഡൻറ്റ് ഇമേജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വിവിധ ഭാഗങ്ങളായിട്ട് അതെല്ലാം മാർക്ക് ചെയ്ത് അത് എല്ലാം എൻട്രി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇത് അതിന് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്ക്, കാരണം ഇത് ഒരാളുടെ പേഴ്സണൽ ഡാറ്റാസ് ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ചില ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചെയ്യുന്നതിന് പാടില്ല. അങ്ങനെയുള്ളവർക്ക് ഇത് അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് ഇങ്ങനൊരു അപേക്ഷ കൊടുക്കാം. നിങ്ങൾക്ക് അങ്ങോട്ട് തന്നെ അവിടുന്ന് തന്നെ ഇതിൻ്റെ ഈ GD എൻട്രി ലഭിക്കുകയും ചെയ്യും. പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. പലപ്പോഴും പലവർക്കും ഇങ്ങനെയുള്ള ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ മറന്നുപോകും, ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് മറന്നുപോകും. അപ്പോൾ ഇത് ധാരാളം ആളുകൾ കേൾക്കേണ്ട ഒരു കാര്യമാണ്, അറിഞ്ഞിരിക്കേണ്ടതാണ്. കഴിയുന്ന ആളുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ആൾക്കാർക്ക് ഉണ്ടാകാതെ സ്വയം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഓക്കെ, നന്ദി.